ഹലോ എവരി വൺ. ഇന്ന് നമുക്ക് ഫൗണ്ടേഷനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്വസ്റ്റ്യൻ വന്നിട്ട് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡീപ്പ് ഫൗണ്ടേഷൻ ഇൻ ബിൽഡിംഗ്. ക്വസ്റ്റ്യൻ എന്താണ്? ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡീപ്പ് ഫൗണ്ടേഷൻ ഇൻ ബിൽഡിംഗ് ഈസ്. ഓപ്ഷൻ എ പൈൽ ഫൗണ്ടേഷൻ, ബി റാഫ്റ്റ് ഫൗണ്ടേഷൻ, സി ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, ഡി വെൽ ഫൗണ്ടേഷൻ. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പൈൽ ഫൗണ്ടേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി റാഫ്റ്റ് ഫൗണ്ടേഷനും അതുപോലെ തന്നെ ഓപ്ഷൻ സി ഗ്രില്ലേജ് ഫൗണ്ടേഷനും ഷാലോ ഫൗണ്ടേഷൻ എക്സാമ്പിൾസ് ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡീപ്പ് ഫൗണ്ടേഷൻ ഏതാണെന്ന്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയും സിയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അവർ രണ്ടുപേരും ഷാലോ ഫൗണ്ടേഷൻ ആണ്. ഓപ്ഷൻ ഡി വെൽ ഫൗണ്ടേഷൻ പൊതുവെ നമ്മുടെ ബ്രിഡ്ജിന്റെയൊക്കെ കൺസ്ട്രക്ഷൻ സമയത്ത് കൊടുക്കുന്ന ഫൗണ്ടേഷൻ, വെള്ളത്തിൽ കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് വെൽ ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ റാഫ്റ്റ് ഫൗണ്ടേഷന് മറ്റൊരു പേരുണ്ട് മാറ്റ് ഫൗണ്ടേഷൻ എന്നാണ്. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ 1 to 1.5 മീറ്റർ വരെ മാത്രം ഫൗണ്ടേഷന്റെ ഡെപ്ത് റെസ്ട്രിക്ട് ചെയ്യുന്ന കണ്ടീഷൻസിൽ കൊടുക്കുന്ന ഫൗണ്ടേഷനാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡീപ്പ് ഫൗണ്ടേഷൻ ഇൻ ബിൽഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൈൽ ഫൗണ്ടേഷൻ ആണ്. പൊതുവെ ഡീപ്പ് ഫൗണ്ടേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ക്ലാസിഫിക്കേഷനേ വരുന്നുള്ളൂ: പൈൽ ഫൗണ്ടേഷൻ, പിയർ ഫൗണ്ടേഷൻ, വെൽ ഓർ കെയ്സൺ ഫൗണ്ടേഷൻ.